സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരായ നടപടിയിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. എഡിജിപിയും ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നാണ് ഡിജിപിയുടെ കണ്ടെത്തൽ. ഡിജിപിയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. അതിനിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പ്രൈവറ്റ് സെക്രട്ടറിയും ഉൾപ്പെടെ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ദൈനംദിന കൂടിക്കാഴ്ച മാത്രമാണ് നടന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. വിവരങ്ങൾ നൽകാനായി ഹരിമോഹനും ആർ.ബി. സനൂപും ചേരുകയാണ്. ഹരിമോഹനിലേക്കാണ് ആദ്യം. ഹരി, എന്തായാലും ഡിജിപിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. ഇനിയിപ്പോൾ ഒരു അന്തിമ തീരുമാനമെടുക്കുക മുഖ്യമന്ത്രിയാണ്. ചില തിരക്കിട്ട നീക്കങ്ങൾ, ചർച്ചകളൊക്കെ നടക്കുന്നു എന്നറിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു തീരുമാനം സംബന്ധിച്ച് അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ 300 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. എന്തായാലും ഡിജിപി ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ ഹരി? ജൽസി, ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ആ തീരുമാനം നീളുകയാണ്. ആ നടപടി എന്തായാലും അത് നീണ്ടുപോവുകയാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ രാവിലെ തുടങ്ങിയ ഒരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് ഒരു സാധാരണ കൂടിക്കാഴ്ചയെന്ന് അസാധാരണമായൊരു വിശദീകരണക്കുറിപ്പിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്. അതിന് അവസാന സമയം അനുവദിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡിജിപിയുടെ ഓഫീസിൽ നിന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം കാണുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. വൈകുന്നേരം അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഉറപ്പുവരുത്തേണ്ടത്. പക്ഷേ എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. ആ നടപടി എന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും ആ നടപടി നമ്മളെ അറിയിക്കുക, അത് ഔദ്യോഗികമായി എങ്ങനെയായിരിക്കും അത് പുറത്തുവിടുക എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ വിവാദമായ കാര്യങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കി ഇന്ന ഉദ്യോഗസ്ഥനെതിരെ ഇതുപോലെ നടപടി എടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു സാധാരണ ചെയ്യുന്നത്. അതുപോലെയാണോ അതെയോ മറ്റൊരു ഉത്തരവിറക്കിക്കൊണ്ടുള്ള നടപടിയാണോ എന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ നടപടി എടുക്കാത്ത തരമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ നിൽക്കുന്നത്. കാരണം അതിഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഡിജിപിയുടെ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ ആർഎസ്എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന ദുരൂഹവും സംശയാസ്പദവുമാണ് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയായിരുന്നു, അതായത് ആർഎസ്എസ് കൂടിക്കാഴ്ച തന്നെയായിരുന്നു സിപിഐക്കും പ്രശ്നം. പ്രതിപക്ഷവും ഉയർത്തി കാണിച്ചത് അതേ വിഷയമാണ്. ഏറ്റവും ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയം അത് തന്നെയാണ് എന്നുള്ളതായിരുന്നു അവരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് നാളെ കൂടുതൽ പ്രശ്നത്തിലേക്ക്, പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ സർക്കാർ പോകാതിരിക്കാൻ വേണ്ടി അത്തരമൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും അധികമായി നിൽക്കുന്നത്. കാരണം നാളെ നിയമസഭ വരികയാണ്. പ്രതിപക്ഷം ഒരുപക്ഷെ അടിയന്തര പ്രമേയമായി ആദ്യം തന്നെ ഈ വിഷയം കൊണ്ടുവരാനുള്ള സാധ്യത കൂടിയുണ്ട്. രണ്ടാമതായി CPI നൽകിയിരിക്കുന്ന ഒരു ഡെഡ് ലൈൻ നാളെ അവസാനിക്കുകയാണ്. അവർ പറഞ്ഞത് തിങ്കളാഴ്ചക്കുള്ളിൽ നടപടി എടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അത് അക്കാര്യം മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ തിങ്കളാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസത്തിന് മുമ്പായിക്കൊണ്ട് ഇത്തരത്തിലൊരു നടപടി എടുത്തുകൊണ്ട് മുഖം രക്ഷിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ പോകുന്നതെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. സാധാരണ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ഞായറാഴ്ച ഈ CM രവീന്ദ്രൻ അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആളുകൾ എത്താറുണ്ടോ, അങ്ങനെ ഒരു കൂടിക്കാഴ്ച സാധാരണഗതിയിൽ നടക്കാറുണ്ടോ എന്നൊക്കെയുള്ളത് ഒരു സംശയം തന്നെയാണ്. എന്തായാലും രാവിലെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം DGPയുമായും ഒരു കൂടിക്കാഴ്ച നടക്കും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം, നടപടിയൊക്കെ തന്നെ പുറത്തു വരിക. ജിൽസി.